അപ്പോൾ നമ്മുടെ ഡയമെൻഷണൽ സെക്ഷൻ കഴിയാറായി. ഇനി അതിനകത്ത് വരുന്ന ഒരു കാര്യം കൂടെ, ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. ഡയമെൻഷണൽ അനാലിസിസിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, അതിനുള്ള കുഴപ്പങ്ങൾ. അപ്പൊ അതിനകത്ത് ആദ്യത്തെ പോരായ്മ ഇതാണ്, ഡയമെൻഷൻലെസ് കോൺസ്റ്റൻസ് cannot be obtained by the method of dimensional analysis. Dimensional analysis വെച്ചിട്ട് ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റന്റുകളുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് നിങ്ങൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സാധനം കേട്ടിട്ടുണ്ടോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സൈൻ ഐ ബൈ സൈൻ ആർ എന്നൊക്കെ നിങ്ങൾ പഠിച്ചതാണ് കൊച്ചു ക്ലാസ്സിൽ. സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ ഇതിന് എന്തില്ല, യൂണിറ്റും ഡയമെൻഷനും ഒന്നും ഇല്ലാത്ത ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതേമാതിരിയുള്ള കോൺസ്റ്റന്റുകളുടെ വാല്യൂ, ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റന്റുകളുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മുടെ മെത്തേഡിന് പറ്റില്ല. അപ്പൊ ഡയമെൻഷണൽ മെത്തേഡ് cannot be used to find the value of dimensionless constants. So dimensionless constants cannot be obtained by the method of dimensions. ഒന്നുകൂടെ, dimensionless constants cannot be obtained by the method of dimensions. അടുത്തത് നിങ്ങൾ ആംഗിളിലെ then trigonometric ratios എത്ര എണ്ണം? trigonometric ratios ഏതൊക്കെയാ? സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കൊസീക് തീറ്റ, സീക് തീറ്റ, കോട്ട് തീറ്റ. അറിഞ്ഞൂടെ? ഇതൊന്നും ഒബ്റ്റെയിൻ ചെയ്യാൻ ഡയമെൻഷണൽ മെത്തേഡ് വെച്ച് പറ്റില്ല. ആംഗിളിന്റെ വാല്യൂ, ട്രിഗണോമെട്രിക് റേഷ്യോസിന്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ ഡയമെൻഷണൽ മെത്തേഡ് സ്യൂട്ടബിൾ അല്ല. സോ ദിസ് മെത്തേഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആംഗിൾ, trigonometric ratios, etc. Okay, this method, the dimensional method, is not suitable to find angle, trigonometric ratios, etc. Dimensional method is not sufficient to calculate angle, trigonometric ratios, etc. Okay, then നമ്മള് നേരത്തെ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഒപ്പിച്ചില്ലേ? അതിനകത്ത് അവർ പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രോബ്ലങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അതിനകത്ത് മാക്സിമം നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് 3 ആണല്ലേ? അപ്പൊ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഡിസൈഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് 3ൽ കൂടുതൽ ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയമെൻഷണൽ മെത്തേഡ് വെച്ചിട്ടൊക്കെ എല്ലാം ഇട്ട് ഇക്വേഷനൊക്കെ ഒപ്പിക്കൂലേ? അപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള 4 ഇക്വേഷൻസ് നമുക്ക് കിട്ടും. 3ൽ കൂടുതൽ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കുറെ ഇക്വേഷൻ കിട്ടുമെന്നല്ലാതെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇക്വേഷനെ നോക്കി ഇങ്ങനെ ഇരിക്കാം, നോക്ക് അടിപൊളി തന്നെ, 4 5 ഇക്വേഷനൊക്കെ ചിലപ്പോൾ കിട്ടും. ഇട്ടിന് നല്ല ഭംഗിയുള്ള ഇക്വേഷൻ എന്ന് നോക്കി ഇരിക്കാനേ പറ്റൂ. നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ നേരത്തെ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം മേ ഡിപ്പെൻഡ് ഓൺ ലെങ്ത് ഓഫ് പെൻഡുലം, മാസ് ഓഫ് ബോബ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ട് സോ യു ഗോട്ട് ആൻ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ടൈം പീരീഡ്. ഓക്കെ, അപ്പൊ അതിനകത്ത് മാക്സിമം നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് അലൗഡ് എത്രയാ? 3 ആണ്. ഇഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 പാരാമീറ്റേഴ്സ്, so you will get some equations but you cannot solve. So it is a problem. So you will get some equations, beautiful equations you will get, but you cannot solve. So you cannot obtain the correct relation. So it is a third limitation of dimensional analysis. If the physical quantity depends on, if a physical quantity depends on more than 3 parameters, correct relationship cannot be obtained. Correct relationship cannot be obtained by the method of dimensional analysis. So it is a third limitation of dimensional analysis. Listen, if a physical quantity depends on more than 3 parameters, the correct relationship cannot be obtained by the method of dimensions. So once again, if a physical quantity depends on more than 3 parameters, the correct relationship cannot be obtained by the method of dimensions. ഇനി നോക്കൂ, നമുക്ക് തന്നെ പല കാര്യങ്ങളും ഓർമ്മയില്ല. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് ഓർമ്മയില്ല, ഈ വർഷം പഠിച്ചതേ ഓർമ്മയില്ല.
അപ്പോഴാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഡിസൈഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് സാർ ഇരുന്ന് ചോദിക്കുന്നു. അപ്പോൾ വല്ലതും ഓർമ്മയിൽ വരുമോ? ഇല്ല. അപ്പോൾ അതാണ് ഏറ്റവും വലിയ മുഷിവ്. ശരിയല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരെ നമ്മൾ മറന്നിരിക്കുകയാണ് അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മറന്നിരിക്കുകയല്ലേ അബ്രാമേ? ആണ് 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 12ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഞാൻ ഇപ്പോൾ ചോദിക്കും, പറയും. കണ്ണു തള്ളി, കണ്ടോ? അപ്പോൾ ലിസൺ, അപ്പോൾ നമ്മൾ പലതും ഓർമ്മയിലില്ല. അപ്പോൾ ഇഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇപ്പം നമ്മുടെ പറഞ്ഞെന്താണ്, നമ്മുടെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഡിസൈഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഓർത്തിരിക്കുക എളുപ്പമല്ല. അപ്പോൾ നാലാമത്തെ ലിമിറ്റേഷൻ ആണ് എന്താണ്? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗസ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗസ് ദ പാരാമീറ്റേഴ്സ് deciding a physical quantity. So it is difficult to guess the parameters deciding a physical quantity. It is difficult to guess the parameters deciding a physical quantity. These are the limitations of dimensional analysis. So tell me, what are the limitations of dimensional analysis? First one, dimensionless constants cannot be obtained by the method of dimensions. Second one, angle, trigonometric ratios, etc. cannot be obtained by the method of dimensions. Then, if a physical quantity depends on more than 3 parameters, correct relationship cannot be obtained by the method of dimensions. Then, it is difficult to guess the parameters which decide a physical quantity. So, that's all about what? Limitations of dimensional analysis.